അമ്മാ നിന്റെ മുന്നിലല്ലേ അമ്മ നിൽക്കണേ, വിളിച്ചു കൂണെന്തിന്? ടെൻഷൻ. എന്റെ നോട്ട്ബുക്ക് കാണാനില്ല. അതെനിക്കറിയാലോ, മോളിന്ന് പറഞ്ഞല്ലോ എന്നോട്. ഇപ്പോഴും കണ്ടിട്ടില്ല. അത് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ലേ? ഇല്ല. വെച്ചെടുത്ത് നോക്കിയാ വീണ്ടും കിട്ടും. ചെല്ല് ചെല്ല്. ഞാൻ വീണ്ടും വീണ്ടും പറയണ ഒരു കാര്യം. എത്ര നേരം കൊണ്ട് ഞാൻ നോക്കണം അറിയാമോ അമ്മയ്ക്ക്? ഒരു മിനിറ്റ്. അതെ 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 കിട്ടിയില്ല എന്റെ ബുക്ക്. എന്തുന്നമ്മ? ഒരു കാര്യം ചെയ്യൂ, പുറകില് വേസ്റ്റ് ഇടുന്ന ഷെഡിലൊന്ന് ചെന്ന് നോക്കാവോ, ചിലപ്പോ കിട്ടും. തമാശ പറയല്ലേ അമ്മ? ഇടി തമാശ പറഞ്ഞല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോ കിട്ടും. എന്താ ബുക്ക് കാണാനില്ല? കാണാനില്ല. പഠിക്കണ ബുക്കാണ് കാണാനില്ലാത്തത്. അപ്പൊ ഇവിടെ പഠിത്തത്തിന്റെ കാര്യം എങ്ങനെയായിരിക്കും? ഇത് ഒരു ശ്രദ്ധയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു ശ്രദ്ധയില്ല. നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ബുക്ക് കിട്ടിയടേ? കിട്ടിയില്ല. നീ സത്യം പറ, ഞാൻ കാണാതെ നീ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതല്ലേ ബുക്ക്? ഇനി എന്റെ വെക്കിട്ട് കയറിക്കോ. ഓരോ അപവാദം പറഞ്ഞ് പരത്തുന്നത് കഷ്ടം തന്നെ മോളെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ 5-6 സബ്ജക്റ്റ് ഉള്ളെങ്കിലും 2-3 നോട്ട്ബുക്ക് കാണും. മനസ്സിലായ? അതിന്റെ ഒരു പുറത്ത് ഒരു സൈഡില് മലയാളം എഴുതും, മറു സൈഡിലായിരിക്കും ഇംഗ്ലീഷ് എഴുതുന്നത്. അതും പുരൂനാ നശിച്ചു തീർക്കും. എന്തിനെന്നറിയുമോ? അറിയാം, പേജ് ലാഭിക്കാനായിരിക്കും. അതെ, തന്നെയല്ല, അമ്മയുണ്ടല്ലോ എവിടെന്നെങ്കിലും ഒക്കെ നല്ല വെള്ള പേപ്പർ കൊണ്ടുവരികയാണെങ്കിലേ അത് കുത്തി തേച്ച് ഞാൻ ബുക്കാക്കിയിരുന്ന് പഠിക്കും. ഞങ്ങളൊക്കെ ബുക്ക് കണ്ണിലുണ്ണി പോലെയാണ് സൂക്ഷിച്ചിരുന്നത്, അറിയോ? ഇതെന്തോന്നിത്? ഇന്നത്തെ ദിവസം പോയി. എന്തോടി ആ കൊച്ചു എപ്പ വന്നാലും ഇങ്ങനത്തെ വൃത്തിയുടെ വർത്താനം പറയാൻ നടി കിട്ടും കേട്ടാ. അത് ഞാനൊരു ഫ്ലോയിലങ്ങ് ആരാണ് എന്നെ പറ്റി ഇവിടെ കുറ്റം പറഞ്ഞത്? ഇപ്പൊ മോളെ ഇവിടെ ആര് കുറ്റം പറയാൻ? ആരും പറയില്ല. അങ്ങളും കള്ളം പറിച്ചത് തുടങ്ങിയല്ലേ? കള്ളോ? എന്ത് കള്ളം പറഞ്ഞെന്ന്? കള്ളം പറിച്ചു തുടങ്ങി. മക്കളെ കാപ്പി കുടിച്ചാ? കാപ്പി കുടിച്ചൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒന്നും കഴിക്കാലോ. തിരക്കട്ടെ. എടുത്തോ. കാത്തുമ്മ, ഞാൻ കുറ്റം പറയില്ലാന്ന് നിനക്കറിയാലോ. അതറിയാം, ചേച്ചി കുറ്റം പറയാം. പിന്നെ ആരായിരിക്കും നിന്നെ പറയുന്നതെന്ന് നിനക്കറിയാലോ. കാർത്തു, ചുമ്മാ കിടന്ന് ഷോ കാണിക്കാതെ വന്ന കാര്യം എന്തിനാണെന്ന് പറ. നീ ഇത്രയും ജാട കാണിക്കുന്നുണ്ടാണ് ഞാൻ ഇവിടെ ഇത്ര ഷോ കാണിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് വരുന്നതിന് താല്പര്യമൊന്നുമില്ല. പിന്നെ അങ്കിളും ആന്റി റിങ്കി ചേച്ചിയും ഞാൻ വരാണ്ട് വിഷമിക്കല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ വരുന്നത്. അയ്യോ തമാശ, നല്ല തമാശ. ഇപ്രാവശ്യം അവാർഡ് എന്റെ കൊച്ചിന് തന്നെ. എടി പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇന്നാളൊരു ദിവസം അച്ഛനും അമ്മയും റിങ്കിയും കൂടെ ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ പോയിരുന്നു ചോദിച്ചു, എന്തിനമ്മ ഇങ്ങനെ കരയണേന്ന്. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ എന്റെ കാർത്തൂനെ കാണാനില്ലല്ലോ എന്ന്. അങ്ങനെ അത് കേട്ട് ഞാൻ അന്തം വിട്ട് കുന്തം വഴി നിന്നു പോയി മക്കളെ. ചേച്ചിക്ക് തന്നെ കാത്തുമ്മ, പിങ്കി ചമ്മി നാറിയട്ടാ. ആര് ചമ്മി? ഞാൻ ചമ്മിയൊന്നുമില്ല. നീ ചമ്മി മുഖത്തോല്ല. അതെ, എന്തിനു വന്നത് അത് പറ. അത് ഞാൻ വന്നത് നമുക്ക് അങ്ങോട്ട് മാറി. അതെ, അത് അമ്മ അച്ഛ കണ്ടോ, ഇപ്പൊ രണ്ടും ഒന്നായി പോകുന്ന കണ്ട. റിങ്കി, അവളോട് പറ അവിടെ പോയി കളിച്ച് ചിരിച്ചിരിക്കാതെ ആ കാണാതെ പോയ ബുക്ക് കണ്ടുപിടിക്കാൻ പറ. സ്കൂൾ വർക്കാണ്, പഠിക്കാനുള്ളതാണ്. ഞാൻ പറയാം. പോ. മണി, എന്താണ് ഇന്ന് സ്പെഷ്യൽ? തക്കാളിക്കറി.